ഹായ് ഓൾ, വെൽക്കം ടു സൈലം SSC RRB. സോ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ബയോളജി ഫാക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷനിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് NCERT-യിൽ പറഞ്ഞിരിക്കുന്ന ചില അളവുകളാണ്. ഈ അളവുകൾ അതേപോലെ തന്നെ നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നതാണ്. ബ്ലഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, 7 മുതൽ 8% വരെയാണ്. നമ്മുടെ ശരീരഭാരത്തിൻ്റെ 7 മുതൽ 8% വരെയാണ് ബ്ലഡിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് NCERT പറയുന്ന പെർസെൻറ്റേജ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 8ഉമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടും. സോ 7 to 8% ആണ് ഇതിൻ്റെ എമൗണ്ട് എന്നുള്ള രീതിയിൽ ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ 55%-ഓളം അതിൻ്റെ ഫ്ലൂയിഡ് കമ്പണൻ്റ് ആണ്, പ്ലാസ്മ എന്ന് പറയും. 45% എന്താണ്, ഫോംഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് സെല്ലുകളാണ്. ബ്ലഡ് സെല്ലുകൾ, സോളിഡ് ഫോം ആയിട്ടുള്ള ബ്ലഡ് സെല്ലുകൾ 45%-വും 55% ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നതാണ്. ഇനി പ്ലാസ്മയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90 മുതൽ 92% വരെ വാട്ടറും ബാക്കിയുള്ള 6 മുതൽ 8% വരെ എന്താണ്, പ്രോട്ടീൻസുമാണുള്ളത്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അളവാണ്. ഇനി നമ്മൾ ഓരോ ബ്ലഡ് സെല്ലുകളുടെയും നമ്പേഴ്സ് നോക്കുകയാണ്. ഈ ഫോംഡ് എലമെൻറ്റ്സ് ആണല്ലോ 45% തന്നെ. അപ്പോൾ അതിലുള്ള പലതരത്തിലുള്ള ബ്ലഡ് സെല്ലുകളുണ്ട്. ഒന്നാമത്തത് RBC അഥവാ റെഡ് ബ്ലഡ് സെൽ എന്ന് പറയും. RBCയുടെ നമ്പർ മില്ലിമീറ്റർ ക്യൂബിലാണ്, പെർ മില്ലിമീറ്റർ ക്യൂബ്. ഈ നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. 5 മുതൽ 5.5 മില്യൺ വരെയാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ലക്ഷമാണ്. 50 മുതൽ 55 ലക്ഷമാണ് RBCയുടെ എണ്ണം എന്ന് പറയും. അതേസമയം WBC നോക്കിക്കഴിഞ്ഞാൽ 6000 മുതൽ 8000 വരെയാണ് ഈ WBCയിലെ എമൗണ്ട് എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ എമൗണ്ട് പെർ മില്ലിമീറ്റർ ക്യൂബ് 6000 മുതൽ 8000 വരെയാണ്. അതേസമയം പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് 1.5 മുതൽ 3.5 ലക്ഷം വരെയാണ്. 1.5 മുതൽ 3.5 ലക്ഷം വരെ. ഇനി RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, അതിൻ്റെ ശരാശരി ആയുസ് 120 ദിവസമാണ്. WBCയുടെ ആയുസ് എന്ന് പറയുന്നത് 6000 to 8000 എന്നുള്ള നമ്പർ ഉണ്ടെങ്കിൽ 6ൻ്റെ ഡബിളായിട്ട് 12 വരും. ദെൻ 8ൻ്റെ ഡബിൾ എന്നല്ല ഓർത്തിരിക്കേണ്ടത്. ആ റേഞ്ച് ഏകദേശം 12 to 20 ഡേയ്സ് ആണ് WBCയുടെ ശരാശരി ആയുസ്. ഇനി പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 7 മുതൽ 10 ദിവസം വരെയാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ WBC തന്നെ 5 ടൈപ്പ് സെല്ലുകളുണ്ട്. ന്യൂട്രോഫിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബേസോഫിൽ, അസിഡോഫിൽ അല്ലെങ്കിൽ ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇപ്പം ന്യൂട്രോഫിൽ 60 മുതൽ 65%, ബേസോഫിൽ 0.5 മുതൽ 1%, അസിഡോഫിൽ 2 മുതൽ 3%, മോണോസൈറ്റ് 6 മുതൽ 8%, ലിംഫോസൈറ്റ് 20 മുതൽ 25% വരെ. അപ്പോൾ അബണ്ടൻസിൻ്റെ ഓർഡറിൽ നമ്മൾ പഠിച്ചു വെക്കാനായിട്ട് ഒരു കോഡ് ഉണ്ടാക്കിയിരുന്നു, നീലിമ ബി എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. നീലിമ ബി. ആദ്യം ന്യൂട്രോഫിൽ, ദെൻ ലിംഫോസൈറ്റ്, ദെൻ മോണോസൈറ്റ്, ദെൻ അസിഡോഫിൽ, ഏറ്റവും ലീസ്റ്റ് ആരാണ്, ബേസോഫിലാണ്. ഇതാണ് അതിൻ്റെ അബണ്ടൻസിൻ്റെ ഓർഡറായിട്ട് വരിക. നമുക്ക് ചില ചോദ്യങ്ങൾ പെട്ടെന്നൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ബോഡി വെയ്റ്റ്, നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ടോട്ടൽ എത്രയാണ് ബ്ലഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ബ്ലഡ് എന്ന് പറയുമ്പോൾ ബിയിലൂടെ 8 കണക്ട് ചെയ്യുക. 7 to 8% ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 7 to 8% ആണ് നമ്മുടെ എമൗണ്ട് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. 7 to 8%. ഇൻ ദ കമ്പോസിഷൻ ഓഫ് ബ്ലഡ്, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് പെർസെൻറ്റേജ് ഓഫ് പ്ലാസ്മ. ബ്ലഡിൻ്റെ ഭൂരിഭാഗം ശതമാനവും, അതായത് 55% എന്താണ്, പ്ലാസ്മയാണ്. 55% പ്ലാസ്മ. ബാക്കിയുള്ള 45% 45% എന്തെന്ന് പറയുന്നത്, നമ്മൾ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അതിൽ RBC വരുന്നുണ്ട്, WBC വരുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് വരുന്നുണ്ട്. സോ പ്ലാസ്മ എത്രയാണ്, 55%. ഓപ്ഷൻ എ ആണ് ഉത്തരം. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ലൈഫ് സ്പാൻ ഓഫ് RBCയുടെ ശരാശരി ആയുസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. R എന്ന് പറയുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 1, 2 എന്നാക്കാം അല്ലേ. 120. RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് പോലെയുള്ള ഷേപ്പാണ്, ഡിസ്ക് ആകൃതിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് 0യിലേക്ക് കണക്ട് ചെയ്യാം. 120 ഡേയ്സ് ആണ് RBCയുടെ ശരാശരി ആയുസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ചില പ്രധാനപ്പെട്ട ബയോളജി ഫാക്റ്റുകളാണ്, നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ്.
അപ്പോൾ ഇത് NCERT നമ്പേഴ്സ് സ്ഥിരമായിട്ട് മത്സര പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഓർത്തു വെക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, റിവൈസ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.